ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ വളരെ ആഗ്രഹത്തോടെ എല്ലാം വന്നതാണ്. കർത്താവിന് സ്തോത്രം. അടുത്ത ആഴ്ച അവസരം തരാം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ നിന്ന് ധ്യാനിക്കാം. യോശുവയുടെ പുസ്തകമാണ് പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് തന്നിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് സഭയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന്. യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിനകത്ത് യോശുവ തൻ്റെ കാലം പൂർത്തിയാകുമ്പോൾ, തൻ്റെ ആയുഷ്കാലം പൂർത്തിയായതിന് ശേഷം താൻ പിൻവാങ്ങുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് താൻ തന്നെ ഏൽപ്പിച്ച സഭയെ വിളിച്ച് അവരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു ഫെയർവെൽ മെസ്സേജാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദ ഫൈനൽ വേർഡ്സ് ഓഫ് ജോഷുവ, ദി കമാൻഡർ ഓഫ് ഗോഡ്സ് പീപ്പിൾ. കർത്താവിന് സ്തോത്രം. യോശുവയെക്കുറിച്ച് നമുക്കറിയാം. നൂൻ്റെ മകനായ യോശുവയോ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു എന്നാണ് തിരുവചനം യോശുവയെക്കുറിച്ച് പറയുന്നത്. യോശുവയുടെ പ്രത്യേകത താൻ മിടുക്കനായിരുന്നു എന്നല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. താൻ തോറായും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന മോശയുടെ നിയമങ്ങളും കൽപ്പനകളും ഒക്കെ തനിക്ക് ബൈഹാർട്ടായിരുന്നു എന്നൊന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. യോശുവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, നൂൻ്റെ മകനായ യോശുവയോ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. കർത്താവിന് സ്തോത്രം. കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു എന്നുള്ളത് മാത്രമാണ് യോശുവയുടെ ക്വാളിഫിക്കേഷൻ. കർത്താവ് മോശയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് രണ്ട് വശമുണ്ടായിരുന്നില്ല. ആരെയെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ അവിടെ കാണുന്നില്ല. നമ്മൾ ആകെ കാണുന്നത് നൂൻ്റെ മകനായിരിക്കുന്ന യോശുവയെ ദൈവം ആ കാര്യം ഏൽപ്പിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. യോശുവയുടെ ഹൃദയമാണ് നമ്മൾ ഈ 22-ാമത്തെ 23-ാമത്തെ 2 അധ്യായങ്ങളിൽ അവസാനത്തെ ഈ ഫെയർവെൽ മെസ്സേജിനകത്ത് തൻ്റെ ഹൃദയമാണ് കാണുന്നത്. കർത്താവിന് സ്തോത്രം. സത്യത്തിൽ ഞാനത് വായിച്ചപ്പോൾ യോശുവയെക്കുറിച്ച് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായി. കർത്താവിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണമെന്ന് അളവില്ലാതെ ആഗ്രഹിച്ച ഒരു നല്ല മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. തനിക്ക് 110 വയസ്സുണ്ട് ഇതെഴുതുമ്പോൾ. കർത്താവിന് സ്തോത്രം. ഈ 110-ാം വയസ്സിലും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് താനങ്ങ് ഉരുകുകയാണ്. 22-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന്, ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പറ്റിച്ചേർന്ന്. ഈ പ്രസംഗിക്കുമ്പോൾ ദൈവദാസന്മാരെ വാക്കുകളൊക്കെ ഉപയോഗിക്കും, ഭയങ്കരമായിട്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കും. എന്നാലും എത്രയൊക്കെ ഉപയോഗിച്ചാലും ഇതുപോലത്തെ വാക്കുകളൊന്നും ആരും പ്രസംഗത്തിലൊന്നും പറയാറില്ല.
ഏതെങ്കിലും വാക്യത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതല്ലാതെ. എന്നാൽ പ്രായം ചെന്ന് തൻ്റെ ശുശ്രൂഷ തീർത്ത് മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന യോശുവ വിളിച്ചു പറയുകയും പറ്റിച്ചേർന്ന്, അവനോട് പറ്റിച്ചേർന്ന്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് യേശുവിൻ്റെ വരവിന് ശേഷമുള്ള ഒരു വേദഭാഗമല്ല. യഹോവയായിരിക്കുന്ന ദൈവം അവരെ നടത്തുന്ന, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമെന്ന് അറിയുന്ന ആ ദൈവത്തെ മാത്രം പരിചയമുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുകയാണ്, ദൈവമായ യഹോവയെ സ്നേഹിക്കണം, അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിക്കുവാൻ ഏറ്റവും ജാഗ്രതയായിരിക്കുവിൻ. കർത്താവിന് സ്തോത്രം. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്ന ഒരു ചിന്ത, 110 വയസ്സുള്ള പ്രാഗൽഭ്യമുള്ള സീനിയറായിരിക്കുന്ന, സഭയിൽ ഏറ്റവും സീനിയറായിരിക്കുന്ന പാസ്റ്ററായ ശേഷവും യോശുവ തനിക്ക് മുമ്പുണ്ടായിരുന്ന മോശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. യഹോവയുടെ ദാസനായ മോശെ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിക്കുവാൻ ഏറ്റവും ജാഗ്രതയായിരിക്കുവാൻ. പലപ്പോഴും ഞാൻ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, പലരും നമ്മളെ ആമേൻ കൈപിടിച്ച് ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ള പലരും നമ്മുടെ ആമേൻ സ്തോത്രമിൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ ഓർക്കണമെന്നില്ല, നമ്മളെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. പലപ്പോഴും നമ്മളെക്കാൾ വളർന്ന അവസ്ഥയിൽ ഒത്തിരി പേരെത്തിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാലും ആദ്യമായി വിളിച്ച് ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാനും കൈപിടിച്ച് നടത്തുന്നത് പോലെ നിർബന്ധിച്ച് ശുശ്രൂഷയിലാക്കാനും ഒക്കെ ദൈവം പ്രയോജനപ്പെടുത്തിയ ആമേൻ അവസ്ഥകൾ. എന്നാൽ യോശുവയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ 110ാമത്തെ വയസ്സിലും തൻ്റെ ആമേൻ സ്തോത്രം തന്നെ നടത്തിയ മോശയെക്കുറിച്ച് പ്രാഗൽഭ്യത്തോടെ വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവം തന്ന കൽപ്പനയെ പ്രമാണിക്കണമെന്ന് പറയാമായിരുന്നു. എന്നാൽ യോശുവ പറയുന്നത് ആമേൻ സ്തോത്രം, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ ആചരിക്കുവാൻ ഏറ്റവും ജാഗരൂകരായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മിടുക്കന്മാരാകാൻ വേണ്ടിയല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ ഹൃദയപ്രകാരമുള്ളവരാകാൻ വേണ്ടിയാണ്. കർത്താവിന് സ്തോത്രം. അവൻ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മളായിരിക്കുന്ന സഭയിൽ ഒക്കെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരാകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഒരിക്കലും പാപം ചെയ്യാത്തവനാണെന്നൊന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ദാവീദിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ആമേൻ ലോകത്തിൽ ആരും ചെയ്യാത്തതുപോലത്തെ ഈ ബൈബിളിനകത്ത് അങ്ങനത്തെ പാപം ചെയ്ത ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നില്ല. കർത്താവിന് സ്തോത്രം. എന്നാലും ദൈവം ദാവീദിനെ അവൻ യഹൂദാ ഗൃഹത്തിൻ്റെ അധിപനാക്കുകയും തൻ്റെ പിൻതലമുറയിൽ നിന്ന് ദാവീദിൻ്റെ സന്തതിയെ യാക്കോബിൻ്റെ ഗൃഹത്തിന് എന്നേക്കും രാജാവാക്കുമെന്ന് വിളിച്ചു പറയുവാൻ ലജ്ജിച്ചില്ല, മടി കാണിച്ചില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനസ്സെന്ന് പറയുന്നത്, കർത്താവിന് സ്തോത്രം, പാപം ചെയ്യാത്ത, ഒരിക്കലും പാപം ചെയ്യാത്ത
ഒരു വിശുദ്ധനായിരിക്കുന്ന അങ്ങനെയൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. വീണാലും ദൈവസന്നിധിയിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കർത്താവിന് സ്തോത്രം. ഞാൻ നിനക്കെതിരെയാണ് പാപം ചെയ്തതെന്ന് സമ്മതിക്കുവാനൊരു മനസ്സ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ ഭവനത്തിനകത്ത് വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, നീ ചെയ്യുന്നത് എനിക്കെതിരായിട്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിനെതിരായിട്ടാണ്. കർത്താവിന് സ്തോത്രം. തിരുവചനത്തിനകത്ത് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പാപം, കർത്താവിന് സ്തോത്രം, അത് സ്വർഗത്തിനെതിരായിട്ടാണ്. പലപ്പോഴും മനുഷ്യരാണ് നമ്മൾ കാണുന്നതെങ്കിലും ധൂർത്തപുത്രൻ മടങ്ങി വന്നിട്ട് പറയുന്നു, നിന്നോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു എന്ന്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാകണം. യോശുവയുടെ ഫൈനൽ മെസ്സേജിനകത്ത് 4 കാര്യങ്ങൾ മോശ ദൈവം ചെയ്തു തന്നു എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നുണ്ട്. 4 അനുഗ്രഹങ്ങൾ. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്ത ദേശം നിങ്ങൾ പ്രാപിച്ചു. ആ പ്രാപിച്ച ദേശത്ത് നിങ്ങൾക്ക് ലഭിച്ച 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്തോത്രം എണ്ണം പറഞ്ഞു കൊടുത്ത് അവരെ ഓർമ്മിപ്പിച്ചിട്ട് 4 കണ്ടീഷൻസും എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത ഭൂമിയിൽ ജീവിക്കുവാൻ 4 കാര്യങ്ങൾ ഓർക്കണമെന്നും യോശുവ പറഞ്ഞു വെക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. അത് കഴിഞ്ഞ് ഈ മെസ്സേജിൻ്റെ രത്നച്ചുരുക്കമാണ് ഞാൻ പറയുന്നത്. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ മുന്നിൽ ഒത്തിരി സമയമൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. അതിനുശേഷം താൻ പിന്മാറിപ്പോകുന്ന, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന, ഒരിക്കൽ സ്തോത്രം അനുഗ്രഹത്തോട് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടിട്ട് കാലത്തിൻ്റെ പോക്കിൽ പിന്മാറിപ്പോകുന്നവർക്ക് എന്തു സംഭവിക്കും എന്നുകൂടി പറഞ്ഞ് താൻ തൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നിട്ട് ആദ്യത്തെ 23:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനുശേഷം നമുക്ക് സ്തോത്രം മുന്നോട്ട് പോകും. കർത്താവിന്റെ സ്തോത്രം. ചേർന്ന് വായിച്ചാട്ടെ. 23:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെ കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ വയസ്സു ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ടും മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. സ്തോത്രം. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച യോശുവയുടെ ഫൈനൽ വേർഡ്സ്, അവസാനത്തെ വാക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് യോശുവ എണ്ണം പറയുന്ന ഒന്നാമത്തെ കാര്യം, അത് ഒന്നാമത്തെ വാക്യത്തിലാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവൻ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് ചേർന്ന് പറഞ്ഞ് സ്വസ്ഥത നൽകി. അവൻ വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം അവകാശമായി കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ യോശുവ പറയും സ്വസ്ഥതയാണ്. കർത്താവിന് സ്തോത്രം. അവൻ നിന്നെ വിളിച്ചിറക്കിയിട്ട്
ആമേൻ സ്തോത്രം, നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ഒരു ദൈവമല്ല കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. കർത്താവിന് സ്തോത്രം. ഒരാളെ എന്നല്ല, രണ്ട് വിഷയത്തിനകത്ത് സ്വസ്ഥത വന്നു എന്നല്ല, ചുറ്റുമുള്ള, ചേർന്ന് പറയാം, ചുറ്റുമുള്ള. കർത്താവിന് സ്തോത്രം. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച ദൈവ പൈതലിനോട് യോശുവ പറയുകയാണ്, നിങ്ങൾക്ക് അവൻ സ്വസ്ഥത നൽകിയില്ലേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ മെസ്സേജ് ചർച്ചിന് പുറത്തുള്ളവർക്കുള്ള മെസ്സേജ് അല്ല, പിന്നെയോ വിളി കേട്ട് ഇറങ്ങിയവർക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. കർത്താവിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, യേശു നിന്നെ വിളിച്ചു എന്ന് തിരിച്ചറിഞ്ഞ നിന്റെ ഹൃദയത്തെ യേശുവിന് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ഒന്നാമത്തെ പ്രിവിലേജ് അല്ലെങ്കിൽ അവൻ ഒരു ദൈവ പൈതൽ എന്ന അവകാശത്തിൽ നിനക്ക് ലഭിക്കുന്ന ഈ ഒന്നാമത്തെ കാര്യം, ചുറ്റുമുള്ള സകല വിഷയത്തിൽ നിന്നും ദൈവം നിനക്ക് സ്വസ്ഥത നൽകും. ചേർന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് സ്വസ്ഥത നൽകും. ഒരിക്കൽ കൂടി പറഞ്ഞേ, ദൈവം എനിക്ക് സ്വസ്ഥത നൽകും. ദൈവം എനിക്ക് സ്വസ്ഥത നൽകും. യോശുവ പറയുന്ന രണ്ടാമത്തെ കാര്യം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിനകത്തുണ്ട്. വായിക്കാമോ? ആ ആ ആമേൻ. വചനം പറയുകയാണ്, യോശുവ അവരെ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തി എന്ന് വിശ്വാസമുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യും. ദൈവം എന്നെ നടത്തിയിട്ടുണ്ടെന്ന് സന്തോഷമുള്ളവർ, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ, ദൈവം എന്നെ ആമേൻ സ്തോത്രം ചെളിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ വരങ്കരം ഉയർത്തി. എത്രയോ കഷ്ടങ്ങളിൽ പട്ടുപോകാമായിരുന്നു, ദൈവം എന്നെ കോരിയെടുത്തതാ, ഇരു കരങ്ങൾ കൊണ്ട് പൊക്കിയെടുത്തതാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ. അവൻ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് അവരെ ബോധിപ്പിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ സകല ദൈവം യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോട് ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നമുക്ക് പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി വലിയത് ചെയ്യുമോ എന്ന് സംശയിക്കുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ഇന്നലെകളിൽ നമ്മളെ നടത്തിയ വിധങ്ങളൊന്നും ഓർത്ത് നോക്കിയാൽ, അതുകൊണ്ടാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് തിരുവചനം പറയുന്നത്. കർത്താവിന് സ്തോത്രം. എണ്ണി നോക്കുവാൻ, നിന്നെ നടത്തിയ വിധങ്ങൾ എണ്ണി നോക്കിയാൽ
നീ പറയും, ഈ ദൈവം എത്ര നല്ലവനാ. കർത്താവിന് സ്തോത്രം. എത്രയോ സ്ഥലങ്ങളിൽ സഹോദരൻ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടേണ്ടിയിരുന്ന എത്രയോ സ്ഥലങ്ങൾ. പ്രിയമുള്ളവർ, ദൈവം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലവനാ. പലപ്പോഴും നമ്മളെ അവൻ രക്ഷിച്ചത് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അറിയുന്ന ആ വിഷയത്തിനകത്ത് മാത്രമേ ദൈവം ഇടപെട്ടിട്ടുള്ളതാണ്. പ്രിയ ദൈവത്തിലെ എത്രയോ സ്ഥലത്ത് നീ ദൈവത്തെ അറിയുന്നതിനും എത്രയോ മുമ്പേ ദൈവം നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങിയതാ. കർത്താവിന് സ്തോത്രം. ഒരു ദിവസം വരും കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് നമ്മളതൊക്കെ കണ്ട് സന്തോഷിക്കുന്നൊരു ദിവസം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, യോശുവ അവരെക്കുറിച്ച് he reminded them about their past. അവരുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ദൈവമാണെന്ന് യോശുവ അവരോട് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. വിളി കേട്ട് ഇറങ്ങിയ ദൈവ പൈതലിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം അല്ലെങ്കിൽ രണ്ടാമത്തെ അവകാശം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അനുഗ്രഹം എന്ന് പറയുന്നതിനേക്കാൾ അവകാശം എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കളാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന മക്കളാണെങ്കിൽ അവകാശികളുമാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. അപ്പോൾ അവകാശികളാക്കപ്പെട്ട അവകാശത്തിലിരിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ യുദ്ധങ്ങൾ നിങ്ങളുടെ യുദ്ധങ്ങളല്ല. കർത്താവിന് സ്തോത്രം. യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല. യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല. യുദ്ധം ചെയ്യുന്നത് നമ്മളല്ല. കർത്താവിന് സ്തോത്രം. ആരെന്നെ സൗഖ്യമാക്കും? നിന്നെ സൗഖ്യമാക്കുന്നത് ഡോക്ടറല്ല. ഏത് ഹോസ്പിറ്റലിൽ ഞാൻ പോകും? ആമേൻ സ്തോത്രം. നിന്റെ രക്ഷ ഒരു ഹോസ്പിറ്റലിനകത്തല്ല. കർത്താവിന് സ്തോത്രം. യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ തന്നെയല്ലോ. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നല്ലതാ. He himself, അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? He himself, hallelujah. It is your God. Lord your God is he who has been fighting for you. അവൻ തന്നെയാ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. God himself will fight for you. വിളി കേട്ട് ഇറങ്ങിയവന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ ദൈവദാസനെ. അവസാനം എനിക്ക് നിന്നയെല്ലാം വന്നപ്പോൾ ആ നാട്ടുകാരൊക്കെ ചോദിക്കും, എനിക്ക് മറുപടിയില്ല. ഞാനിത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നറിയാമോ? പിന്നത്തേതിൽ അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ ആരും തിരിച്ചു വന്ന് കണ്ടിട്ടില്ല. കർത്താവിന് സ്തോത്രം. എത്രയോ പേര് കർത്താവിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും പട്ടുപോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കർത്താവിന് സ്തോത്രം. നിനക്ക് തോന്നും കൈവിടപ്പെട്ടു എന്ന്. ദൈവത്തിൻ്റെ വചനം പറയുക, നിന്റെ യുദ്ധങ്ങൾ, നിനക്ക് യുദ്ധമില്ല എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ ആമേൻ സ്തോത്രം. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. നിന്റെ മുന്നിൽ നീ കാണുന്ന യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഒരിക്കൽ ജഹോഷാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, അവൻ ചുറ്റും ശത്രുക്കൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ താൻ ദൈവത്തോട് ചോദിക്കുക, ഇവരെ ഒന്നും നേരിടുവാനുള്ള ശേഷി എനിക്കില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. എനിക്ക് അങ്ങനെ എത്രയോ തോന്നിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ശേഷിയില്ല കർത്താവേ. എത്രയോ പ്രാവശ്യം. ഇതൊക്കെ വായിക്കാമോ? 2 ക്രോണിക്കിൾസ്, 2 ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം, 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 20, ആമേൻ, വേഴ്സ് നമ്പർ 15 ഓൺവേർഡ്സ്, 15 മുതൽ. കർത്താവിന് സ്തോത്രം. ആമേൻ. ജഹോഷാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ എന്തു ചെയ്യണം? അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാരുടെ മേൽ വന്നിട്ട് അവനോട് പറഞ്ഞു. അവൻ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. ഒന്നാമത്തെ കാര്യം,
ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ്, ഞാൻ ഭയപ്പെടത്തില്ല. ഞാനൊരു ദൈവപൈതലാ, ഞാൻ വിളി കേട്ട് ഇറങ്ങിയവനാ. കർത്താവിന് സ്തോത്രം. വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവം എന്നെ വിളിച്ചതാ. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യുദ്ധങ്ങൾ ഞാനല്ല. അവൻ സ്തോത്രം. മൈ ബാറ്റിൽസ് ബിലോങ്സ് ടു ദ ലോർഡ്. എൻ്റെ യുദ്ധങ്ങൾ യഹോവയാ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, ഡു നോട്ട് ബി അഫ്രെയ്ഡ്. നീ ഭയപ്പെട്ടു പോകരുത്, ഭ്രമിക്കരുത്. യുദ്ധം നിങ്ങളുടേതല്ലല്ലോ. എത്ര പേര് പറയും ഈ യുദ്ധം എൻ്റേതല്ല? ഇന്ന് രാത്രി ഇതൊന്നും മനസ്സിലാക്കാൻ, ഇതൊക്കെ എങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, കർത്താവ് ഈ വചനം പാഴായി പോകാതെ അതിനകത്ത് അങ്ങ് തറച്ച് കയറണമേ. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കുന്ന സാധനമില്ലേ, ഇങ്ങനത്തെ, അതിനെന്തോ ഒരു പേരുണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടിലുള്ള സാധനം, എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് പതിയണമേ. ആമേൻ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ഈ യുദ്ധം എൻ്റേതല്ല? ആമേൻ. യഹോശാഫാത്തിന് പറയുക, ഈ യുദ്ധം നിന്റേതല്ല. ഇറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. അയ്യോ അയ്യോ കർത്താവേ, അയ്യോ കർത്താവേ, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എടാ, ബാലിന് മുമ്പിൽ മുട്ടുപടക്കാത്ത 7000 പേരെയാ ഞാൻ വെച്ചിട്ടുള്ളത്. കർത്താവിന് സ്വന്തം, ഞാൻ നശിച്ചു പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ആമേൻ, ആമേൻ, നമുക്കറിയാവുന്ന ഏറ്റവും നല്ല മിടുക്കനായിരിക്കുന്ന ഒരാളെ ഏലിയാവ് അല്ലേ? ഏലിയാവ് പറഞ്ഞ കാര്യം പറഞ്ഞു, ഞാൻ മാത്രം അവശേഷിക്കുന്നു യഹോവയുടേതായിട്ട്. 7000 പേരെ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുക, കൃത്യമായിട്ട് എണ്ണം പറഞ്ഞ്. ദൈവത്തിൻ്റെ വചനം പറയുക, ഈ ബാറ്റ് നിൻ്റേതല്ല. അതിൻ്റെ 17ാമത്തെ വാക്യം. ചേർന്ന് പറഞ്ഞേ, ഞാൻ അതിൻ്റെ നേരെ ചെല്ലും, ഞാൻ ഭയപ്പെടുകയില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ട് ഭ്രമിച്ചു പോവുകയല്ല, അതിൻ്റെ നേരെ ചെല്ലണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഇഴഞ്ഞു ചെല്ലുമെന്നല്ല. കർത്താവിന് സ്തോത്രം. എല്ലാവരും വലിച്ചു കൊണ്ടുപോയി നിർത്തുമെന്നല്ല, ഒരു കണക്കിന് ഞാൻ നിവർത്തി നിൽക്കുമെന്നല്ല, പിന്നെയോ നിവർത്തികേട് കൊണ്ട് ഞാൻ പെട്ടുപോയി പാസ്റ്റർ എന്നല്ല, പിന്നെയോ പാഞ്ഞു ചെല്ലും. എൻ്റെ പോക്ക് കണ്ടാൽ അവൻ ഭയക്കും. ഇവനൊരു സംഭവമാണെന്ന് ഒരു സൈന്യം നിന്നെ നോക്കി പറയണം. അവൻ, നമ്മുടെ ദൈവം അത് ചെയ്യും. വിളി കേട്ടിറങ്ങിയവൻ്റെ പ്രിവിലേജ് നമ്പർ 2. കർത്താവിന് സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളതാ. നിന്റെ യുദ്ധം ചെയ്യുന്നത് നീ അല്ലല്ലോ. ഇറ്റ്സ് നോട്ട് യൂസ്. ആമേൻ. തിരുവചനം പറയുക, അത് ദൈവത്തിൻ്റെതാ. ആമേൻ. 17ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ പടയിൽ നിങ്ങൾക്ക് പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ടേക്ക് അപ്പ് യുവർ പൊസിഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ആ പൊസിഷന്റെ അകത്തോട്ട് കയറി അങ്ങ് നിൽക്കാൻ. ആമേൻ. ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ പോയ കഥ നമുക്കിപ്പോൾ സൺഡേ സ്കൂളിൽ കൊള്ളാവുന്ന കഥയായി മാറി. അതിനകത്ത് വലിയ സംഭവമൊന്നും, പ്രിയമുള്ളവരെ, ദാവീദ് ചെന്ന് നിന്ന സമയത്ത് ആമേൻ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പട്ടാളക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒറ്റയെണ്ണത്തിന് മുട്ടിടിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ പാഞ്ഞു ചെല്ലുകയാണ്. പാഞ്ഞു ചെന്നു എന്ന് മാത്രമല്ല, ഗോലിയാത്തിനെ വിളിക്കാത്ത ചീത്തയില്ല. കർത്താവിന് സ്തോത്രം. എന്തൊക്കെ ചീത്ത പറയാമോ അതെല്ലാം പറഞ്ഞ് ഗോലിയാത്തിന് പിടിക്കാവുന്ന വട്ടിൻ്റെ ഏറ്റവും വലിയ വട്ടിലെത്തിച്ചേച്ചു. ആമേൻ സ്തോത്രം. ഒരു കല്ലെടുത്തിട്ട് ഒറ്റ കീറ. വചനം പറയുന്നത് അവൻ മുന്നോട്ട് വീണെന്ന. എന്താ മുന്നോട്ട് വീണേ? പുറയിലൊരു ദൂതനെ കർത്താവ് നിർത്തിയേക്ക്. ദൂതൻ തള്ളിയിട്ടു. ഈ ചെക്കൻ്റെ ഏറ്, ആമേൻ, ദൂതൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ചെക്കൻ്റെ ഏറ് കൃത്യം ഇവനെ, അവർക്ക് പോലും പേടിയാ, ബാലാകമാർക്ക് പോലും പേടിയാ, ദൂതന് പോലും പേടിയാ. ഇവൻ എപ്പോൾ എറിയുമെന്ന് ഒരു പിടിയില്ല. കർത്താവിന് സ്തോത്രം. എറിയുന്ന അന്നേരം ഇവനെ മറിച്ചിട്ടോളം. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ അവൻ അതിന് പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ. ഞാൻ എറിഞ്ഞു പോയി. കർത്താവിന് സ്തോത്രം അല്ലേ?
നിന്നാ ഞാൻ. ആമേൻ, സ്തോത്രം. വചനം പറയുക, യു വിൽ നോട്ട് ഹാവ് ടു ഫൈറ്റ് ദിസ് ബാറ്റിൽ. 17-ാമത്തെ വാക്യം പറ, നിനക്കിതിനെ പൊരുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്ഥിരമായിട്ട് നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. ദാവീദ് കണ്ടത് അതാ. നമ്മൾ പ്രസംഗിച്ച കല്ലിൻ്റെ മിനുക്കത്തെക്കുറിച്ചും കല്ലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും 5 കല്ലിന് 5 പ്രത്യേകതയൊക്കെ പ്രസംഗിച്ച് ഭയങ്കര സംഭവമാക്കി വെച്ചിരിക്കുക. ആ കല്ലിൽ നിന്ന് ഏത് കല്ലാണെങ്കിലും, ഇനി ഒരു പുല്ലാണെങ്കിലും ആമേൻ, സ്തോത്രം, അന്നേരം ഊട്ടിയിടും. കാരണം എന്താണെന്നറിയാമോ? വരുത്തുന്ന രക്ഷ യഹോവയിൽ നിന്നാ. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവജനം ഒന്ന് ശക്തി പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ആ തളർന്ന മനസ്സൊക്കെ ഒന്ന് ശക്തി പ്രാപിക്കട്ടെ. ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് കൂടിയിരിക്കുന്ന നിർത്തിയിട്ട് ഒന്ന് പൊസിഷൻ ചെയ്താട്ടെ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ടേക്ക് അപ്പ് യുവർ പൊസിഷൻ എന്നാ. ഇപ്പൊ കൈ കിട്ടിയ പിശാചിനെ ഞാൻ കീറി പറിക്കുമെന്ന് പറയുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇതിന്റെ മേൽ വീഴട്ടെ. ആമേൻ. നിന്റെ നന്മകളെ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ കൈയും കെട്ടി നോക്കി നിരുന്ന് അയ്യോ പോയേ അല്ല, ഇന്ന് രാത്രി നിന്നെ ഞാൻ കീറി കളയുമെന്ന് പറയാൻ ഒരു അഭിഷേകം നിന്റെ മേൽ വീശട്ടെ. ഈ യുദ്ധം നിനക്കുള്ളതല്ല, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാ. നിന്നെ ആൾ മാറിയവനാക്കി മാറ്റുന്ന യുദ്ധം. ആമേൻ. നിന്റെ കല്ലിന് മുമ്പിൽ, ആമേൻ സ്തോത്രം, നിന്റെ വാക്കിന് മുന്നിൽ, ആമേൻ സ്തോത്രം, പ്രവർത്തിക്കുവാൻ ഒരു സ്വർഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് റെഡിയാ. ഇന്ന് രാത്രി എത്ര പേര് വിളിച്ചു പറയും? ഇന്ന് രാത്രി മുതൽ വെറുതെ ചുമ്മാ വിളിച്ചു പറഞ്ഞോണം. ഒരിക്കലും ഞാൻ ചാക്കോ പാസ്റ്ററുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിന് സ്തോത്രം, ഞാൻ കേൾക്കുകയാണ്, അവൻ എൻ്റെ ഉപനിധി. കർത്താവിന് സ്തോത്രം. വേറെ എന്തൊക്കെയാ പാസ്റ്റർ? ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. അവൻ അവിടെ നിന്ന് അകത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞോണം. പ്രിയദൈവമേ, നീ വിളിച്ചു പറയുന്നതിൻ്റെ ഒപ്പം ചലിക്കുന്ന ഒരു സ്വർഗം. അവൻ നീ എന്തു പറയുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് ചെയ്ത് സന്തോഷിക്കുന്ന ഒരു സമൂഹം. ദൈവത്തിന്റെ മാലാഖമാർ നിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി നോക്കിയിരിക്കുക, സിക്സർ അടിക്കാൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ആ ഹൃദയം ഒന്ന് അഭിഷേകം കൊണ്ട് പൊതിയട്ടെ. ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഇവനെ തല്ലി കൊല്ലാനുള്ള അഭിഷേകം തന്നാ മതി. ആമേൻ സഹോദരാ, ഈ പിശാചിനെ നീ കൈകാര്യം ചെയ്യണമെന്നല്ല ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നെയോ എൻ്റെ മേലെ അഭിഷേകം ഒന്ന് വ്യാപരിച്ചാൽ മതി. ഇവനെ ഞാൻ കീറിക്കോളാം, ഇവൻ എൻ്റെ കൈ കൊണ്ട് തീരാനുള്ളതാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമ്മൾ കാണാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ പിശാചിനെ തൊടാൻ പറ്റത്തില്ല. ഈ ആനയെ, വലിയ ആനയെ കൊണ്ട് നടക്കുന്നത് ഈർക്കില് പോലത്തെ ഒരു പാപ്പാന അല്ലേ? ഈ ആന എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കിയാൽ ഒരു തൊഴിക്കില്ല. കർത്താവിന് സ്തോത്രം. കുറെ നാളായി എന്നെ വലിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് തുമ്പിക്കൈ വെച്ചൊരു ഒറ്റ ആട്ട് കൊടുത്താൽ മതി, ഒരു വീശു കൊടുത്താൽ മതി അല്ലേ? അത് ഞാൻ അപ്പുറത്തെ പറമ്പിലെത്തും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ടേക്ക് അപ്പ് യുവർ പൊസിഷൻ. ദൈവത്തിന്റെ വചനം പറയുക, യഹോവശാഫാത്തേ, ഈ യുദ്ധം നിന്റേതല്ല, ഇത് യഹോവയുടേതാ. നീ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. ഭയപ്പെടരുത്. പിന്നെ ആമേൻ, നിങ്ങൾ സ്ഥിരമായി നിന്ന് അതല്ല ശരി കേട്ടോ. ടേക്ക് അപ്പ് യുവർ പൊസിഷൻ. നിന്റെ പൊസിഷനിലേക്ക് ഒന്ന് വരാം. നിന്റെ മകൻ എന്ന പൊസിഷനിലേക്ക്, ബിലീവർ എന്ന അധികാരത്തിലേക്ക്. ഹല്ലേലൂയ. എന്റെ വാക്കിന്റെ മുമ്പിൽ പിശാച് പോകുമെന്ന് പുസ്തകം പറയുമ്പോ ഞാൻ വായ തുറക്കാൻ പറ്റാതെ പേടിച്ചിരിക്കുക. അവൻ നീ കൈവെക്കുമ്പോ രോഗം സൗഖ്യമാക്കുമെന്ന് അപ്പച്ചൻ പറഞ്ഞ് നിന്നെ പറഞ്ഞു വിടുമ്പോ നീ പോ, ലോകത്തിന്റെ അവസാനത്തോളം പോയെന്ന് പറഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ നിന്നെ പറഞ്ഞു വിടുമ്പോ നീ ഭയന്ന് അയ്യോ ഞാനില്ലെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുക. ഇന്ന് രാത്രി വായ തുറക്കോ. നിന്റെ മുമ്പിൽ പിശാച് ഇങ്ങനെ ആലില പോലെ ആടും. ആമേൻ, ആടും.
ജോണി ആടും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഇതിനെ ഒന്ന് കയറി പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത്ഭുതത്തെ കാണും. അത്ഭുതത്തെ കാണും. ദൈവത്തിന് വേണ്ടത് മിടുക്കന്മാരെയല്ല, വിശ്വസിക്കുന്നവരെയാ. നിങ്ങൾ കേട്ടില്ല? ദൈവത്തിന് വേണ്ടത് അവൻ പുസ്തകം മുഴുവനും അറിയാവുന്ന ഗമാലിയേലിനെ അല്ല, പിന്നെയോ അവൻ വിശ്വസിക്കുന്ന രക്തസ്രാവക്കാരിയെ. അവൻ ദൈവത്തിന് വേണ്ടത് കൂടെ നടക്കുന്ന 100 കണക്കിന് എണ്ണത്തെയല്ല, 12 എണ്ണം കൂടെ എന്തുകൊണ്ട് അവരെയല്ല ദൈവത്തിന് വേണ്ടത്, പിന്നെയോ അവൻ സ്വന്തം വിശ്വാസത്തെ കൈനീട്ടി വസ്ത്രത്തിന്റെ അറ്റമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറയുന്ന പെങ്കൊച്ചിനെയാ ദൈവം നോക്കുന്നത്. വിശ്വസിക്കുന്നവരെയാ. ചേർന്ന് പറയുക, ഐ ബിലീവ്. അതിങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ. ആമേൻ സഹോദരം. വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ ആമേൻ സഹോദരം വിളിച്ചു പറയണം, ഞാൻ വിശ്വസിക്കുന്നു. നടക്കുന്ന വഴി പറയണം, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകം ഇതിൻ്റെ അകത്ത് നിറയുകയാണ്. സ്വർഗം നിന്നെ നോക്കുകയാണ്. ദൈവം പൈതലേ, സ്വർഗം നിന്നെ ഉറ്റുനോക്കുകയാണ്. നിന്നെ ഒന്ന് നിർത്തിയിട്ട് വേണം ജോണി ഓടിവാ. ആമേൻ സഹോദരം, ഹല്ലേലൂയ. സ്വർഗം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. നിന്നെ ഒന്ന് കൈ കെട്ടിയിട്ട് വേണം, നിന്നെ ഒന്ന് ഇവിടെ നിർത്തിയിട്ട് വേണം എനിക്ക് പൊട്ടിക്കാൻ. ആമേൻ. സ്വർഗത്തിന് കൈവെക്കണമെങ്കിൽ നിന്നെ മുമ്പിൽ കെട്ടണം. ആമേൻ. നിന്നെ മുമ്പിൽ കെട്ടിയ ആമേൻ സഹോദരം, ഹല്ലേലൂയ, ബാക്കി ചെയ്യാൻ നിൽക്കുന്നൊരു സ്വർഗമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യോശുവ പറയുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ, ഈ കണ്ട ജനം മുഴുവൻ, ഈ കണ്ട ജാതികൾ മുഴുവൻ വീണത് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടല്ലെന്ന് നിങ്ങൾ കണ്ടതല്ലേ? ദൈവമാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത്. ആമേൻ. ഒരു ദൈവ പൈതലിന്റെ 3ാമത്തെ അനുഗ്രഹം വായിച്ചോ. അതിന്റെ 4ാമത്തെ വാക്യം. അടുത്ത വാക്യം കൂടി വായിച്ചു. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ കൊന്നുകളയും, ഒടുക്കിക്കളയും, നശിപ്പിച്ചു കളയും, രോഗമാ പാരമ്പര്യമാ എന്ന് പറയുന്ന ആ വിഷയത്തെ നോക്കി നീ വിളിച്ചു പറയണം, കർത്താവിന് സ്തോത്രം, എൻ്റെ ദൈവം എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നിന്നെ നീക്കിക്കളയും. പിശാചേ, നിന്നെ കാണത്തില്ല, നീ എൻ്റെ മോനെ നിൽക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. ഒരു പർവ്വതത്തെ നോക്കി, ഒരു പ്രതിസന്ധിയെ നോക്കി വിളിച്ചു പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ആ വാക്യം വായിക്കുന്നത്, ആമേൻ, അവരെ സംഹരിച്ചു കളഞ്ഞിട്ട് സകല ജാതികളുടെയും ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. പിന്നെ ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ശത്രുക്കളെ ദൃഷ്ടികളിൽ നിന്ന് ഓടിച്ചു കളയും. യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുള്ളതാ. അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. കർത്താവിന് സ്തോത്രം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം പോലും ആമേൻ നടക്കാതെ പോകത്തില്ല. നിന്റെ കരം വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാതിരിക്കുമ്പോൾ, സൗഖ്യമാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ആമേൻ അത് സംഭവിക്കാതിരിക്കുമോ? യോശുവ പറയുന്നത് എന്താണെന്നറിയാമോ? നീ വിളി കേട്ട് ഇറങ്ങിയവളാണെങ്കിൽ, നീ വിളി കേട്ട് ഇറങ്ങിയവനാണെങ്കിൽ, നീ ആ വാഗ്ദത്ത ദേശം നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ, ചേർന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്തതുപോലെ, പറഞ്ഞതുപോലെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ, ഈ പുസ്തകം നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിക്കണം. കർത്താവേ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ
എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ഞാനത് പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവം എനിക്ക് ആ ദേശം കൈവശമാക്കി തരും. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയിട്ട് ആമേൻ അതിൻ്റെ ഒരു കാര്യം കൂടി ആ വാക്യങ്ങളിൽ കാണുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു പ്രാവശ്യം കൊണ്ട് തീരത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുമ്പോൾ നമ്മൾ വിചാരിക്കരുത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചു. ദൈവാനുഗ്രഹത്തിന്, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ദൈവാനുഗ്രഹത്തിന് ഇന്നേരം മഴ പെയ്തില്ല. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹത്തിന് അന്നേരം മാത്രമല്ല, നീ പോകുമ്പോൾ ഒക്കെ പെയ്യിപ്പിക്കാതിരിക്കാൻ കഴിയുന്നൊരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കണം. ഇത്രയും വിശ്വസിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ആ 5-ാമത്തെ വാക്യം പറയുന്നത്, He will thrust them away from you and drive them from you and you will take possession of their land എന്ന് പറഞ്ഞാൽ, ആമേൻ, കണ്ടിന്യൂ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തോളം അവൻ യുദ്ധം ചെയ്യുന്ന. തിരുവചനം പറയുന്നത്, He who has begun a good work in you will accomplish it until the day of Jesus Christ. നിന്നിൽ നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ പാതി വഴിക്ക്, കർത്താവ് എന്നെ കൈവിട്ടത് എന്തെന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി അല്ലേ? പ്രിയമുള്ളവരെ, പാതി വഴിക്ക് ഉപേക്ഷിക്കുന്ന ദൈവമല്ല നിന്റെ കൈപിടിച്ചത്, അന്ത്യത്തോളം എത്തിക്കുന്ന ദൈവമാണ്. യൂദായുടെ ലേഖനത്തിനകത്ത് എന്നെ സ്പർശിച്ച ഒരു വാക്യം എന്താണെന്നറിയാമോ? അവൻ കുറ്റമില്ലാതെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവിന് സ്തോത്രം. എന്നെ കുറ്റമില്ലാതെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കാര്യമാണെന്നാണ് വചനം പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഇത് രാത്രി വിശ്വസിക്കാമോ? നീ വിളി കേട്ട് ഇറങ്ങിയവളാണെങ്കിൽ ദൈവം നിനക്ക് സ്വസ്ഥത നൽകും. മറന്നു പോകരുത്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് സ്വസ്ഥത നൽകും, ദൈവം എനിക്ക് സ്വസ്ഥത നൽകും, ദൈവം എനിക്ക് സൗഖ്യം നൽകും. നിന്റെ രോഗത്തിൻ്റെ മുന്നിൽ ഇനി പതറിപ്പോകണ്ട, ദൈവം എന്നെ സൗഖ്യമാക്കും. ആമേൻ. ദൈവം എൻ്റെ കുടുംബജീവിതത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. അവൻ ദൈവം എൻ്റെ മക്കളെ അവൻ സ്തോത്രം ഹല്ലേലൂയ യഹോവയ്ക്ക് കൊള്ളാകുന്നവരാക്കി മാറ്റും. ദൈവം എൻ്റെ കരങ്ങളുടെ പ്രവർത്തികളെ മാനിക്കും. ദൈവം എൻ്റെ ജോലി സ്ഥലത്ത് സമാധാനം തരും. ദൈവം എനിക്ക് വേണ്ടി അവൻ സ്തോത്രം, രണ്ടാമത്തെ കാര്യം, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഇനി മേല നീ യുദ്ധം ചെയ്യല്ലേ. നിന്റെ യുദ്ധം യഹോവയ്ക്കുള്ളതാ. യഹോശാഫാത്തിനോട് പറയുക, യൂദ മുന്നേ പോട്ടെ. ആരാ മുന്നേ പോകേണ്ടത്? ദൈവം പറഞ്ഞു, യൂദ മുന്നേ പോട്ടെ. യൂദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബാൻഡിന്റെ ടീമിന്റെ പേരാ. ദ പ്രൈസ്, ലെറ്റ് ദ പ്രൈസ് ഗോ ബിഫോർ യു. അങ്ങനെ യഹോശാഫാത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടി ആദ്യത്തെ ബറ്റാലിയനെ വെച്ചു. ആ ബറ്റാലിയന്റെ പരിപാടി എന്താണെന്നറിയാമോ? അവരുടെ കയ്യിൽ യുദ്ധത്തിന് പോകേണ്ട അമ്പും ബില്ലും ഒന്നുമല്ല, പിന്നെയോ ഗിറ്റാറും ബേസ് ഗിറ്റാറും ലീഡ് ഗിറ്റാറും ഒക്കെയാ. അവർ പാടി, യഹോവ നല്ലവനല്ലോ, അവിടുത്തെ എന്നേക്കുള്ളത്. യുദ്ധഭൂമിയിൽ പാട്ട് പാടിക്കൊണ്ട് നടന്നേച്ച് അവൻ സൈന്യത്തിന് മുന്നിൽ അവർ തോറ്റോടിയെന്ന വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ശത്രുക്കൾ മുഴുവൻ തോറ്റോടിയെന്ന്. കർത്താവിന്റെ സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആമേൻ. അതിന്റെ 3-ാമത്തെ കാര്യം പറയാം, നിന്നിൽ നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ യേശു ക്രിസ്തു. ഇന്നലെ നിനക്ക് വേണ്ടി യോശുവ പറയുന്നറിയാമോ? Think about your past. You have seen that with your eyes. നിന്റെ കൈ കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ടതാ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ നടത്തിയത് നീ ഓർക്കണം. ആമേൻ. ഇന്നത്തെ പ്രശ്നത്തിന് മുമ്പിൽ പതറിപ്പോകാനല്ല, കഴിഞ്ഞ നാളിൽ നിന്നെ നിർത്തിയ ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസ്തനാണെന്ന് നീ വിളിച്ചു പറയണം. അവൻ എന്നിൽ നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കുമെന്ന് വിളിച്ചു പറയണം. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനെന്ന് ഉറക്കെ വിളിച്ചു പറയണം. അവൻ വിളി കേട്ടിറങ്ങിയവന്റെ 3-ാമത്തെ പ്രത്യേകത, ദൈവം ആരംഭിച്ചത് ദൈവം പൂർത്തിയാക്കുമെന്നുള്ളതാ. അവൻ സ്വതന്ത്രം. അവൻ നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആമേൻ. അതിന്റെ 4-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നീ വാഗ്ദത്തം പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അടുത്തൊരു വാക്യം കൂടി വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. 6-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് വാഗ്ദത്തങ്ങളാണ്, പ്രോമിസസാണ്. കർത്താവിന് സ്തോത്രം. ഒരു ദൈവ പൈതലിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവൻ്റെ അനുഗ്രഹമാണ്. ഇനി പറയാൻ പോകുന്നത്
ആമേൻ സ്തോത്രം. നിങ്ങൾ ഇനി വാഗ്ദത്തം പ്രാപിച്ച നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് വിളിച്ചു പറയുന്ന വാക്യമാണ്. അത് മറന്നു പോകല്ലേ. ബാക്കിയുള്ളതെല്ലാം മറന്നുപോയാലും ഈ വാക്യം മറക്കരുത്. ചേർന്ന് പറഞ്ഞ് ഈ വാക്യം മറക്കാൻ പാടില്ല. 6ാമത്തെ വാക്യം വായിച്ചു. റെഡിയാണെങ്കിൽ വായിച്ചു. ആകയാൽ എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് സ്വസ്ഥത തന്നുകൊണ്ട്, പറഞ്ഞേ, ദൈവം എനിക്ക് സ്വസ്ഥത നൽകിയത് കൊണ്ട്, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, ദൈവം എന്നിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചത് പൂർത്തിയാക്കുന്നത് കൊണ്ട്, ദൈവം എനിക്ക് വാഗ്ദത്തം അവകാശമാക്കി തന്നതുകൊണ്ട്, ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കണം. ചേർന്ന് പറഞ്ഞ് പ്രമാണിച്ചു നടക്കണം. അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാൻ ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കണം. ചേർന്ന് പറഞ്ഞ് ഉറപ്പുള്ളവരായിരിക്കണം. പിന്മാറിപ്പോകരുത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കൊച്ചിന് ക്രിസ്ത്യാനി അവൻ ബൈബിളിൽ നിന്നൊരു പേരിട്ടത് കൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമോ? ഇല്ല. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് സന്തോഷം കണ്ടെത്തണം. എൻ്റെ ന്യായപ്രമാണം, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസന്തോഷം അല്ലേ, മഹാസമാധാനം അല്ലേ. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ് 119 സങ്കീർത്തനത്തിൽ പറയുന്നത്. കർത്താവിന് സ്തോത്രം, മഹാസമാധാനം. ഹല്ലേലൂയ. അവർക്ക് ഭയങ്കര സമാധാനമാണ്. എന്താ കാര്യം? അവർക്ക് ഈ പുസ്തകത്തോട് പ്രിയമാണ്. ആമേൻ. they love the word of God. കർത്താവിന് സ്തോത്രം. ആമേൻ. വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ആമേൻ. അതിന്റെ ഏഴാമത്തെ വാക്യം. ഇടകലരുത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. നിങ്ങൾ എന്ത് ചെയ്യരുത്? കർത്താവിന് സ്തോത്രം. ജാതികളോട് നിങ്ങൾ ഇടകലരുത്. പിന്നെ അവരുടെ ദേവന്മാരുടെ നാമം പറഞ്ഞേ, അവന്മാരുടെ പേര് പോലും അല്ലേ. നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ അടുത്താണ്, അതിന്റെ പേര് പോലും പറഞ്ഞേക്കല്ലേ. കർത്താവിന് സ്തോത്രം. നിന്റെ നാവ്, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ഒപ്പം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്റെ പേര് എന്തിനാ നീ പറയുന്നേ? കർത്താവിന് സ്തോത്രം. ദേവനാണത്രേ. എൻ്റെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റി ഏതെങ്കിലും ഒരുത്തനുണ്ടോ? എന്നിട്ട് അവന്റെ പേര് എന്തിനാ നീ നാവ് കൊണ്ട് പറയുന്നത്? അതിനുള്ള യോഗ്യതയുണ്ടോ? അതിന് കല്ലിനും മണ്ണിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സാധനത്തിന് യോഗ്യതയുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുക, യോശുവ അവരോട് പറയുക, when you live in this promised land for a victorious living, these are the rules to live in this promised land. ഈ അവൻ വാഗ്ദത്ത ദേശത്ത് താമസിക്കണമെങ്കിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ യാത്ര എല്ലാവരും പോകുന്നത് പോലെ ഞാനും പോകും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒന്ന്, ദൈവത്തിന്റെ വചനം. ചേർന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം. അവൻ സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ, ദൈവത്തിന്റെ വചനം. വേറെ ഒന്നും ഓർക്കണ്ട, ദൈവത്തിന്റെ വചനം. അത് മുറുകെ പിടിക്കണം. 2, അവൻ സ്തോത്രം. നിങ്ങള് അവൻ സ്തോത്രം ഈ ജാതികളോട് do not yoke with unbelievers. നിങ്ങൾ ജാതികളുമായി ഇടയില്ല പിണ കൂടരുത്. കൊരിന്ത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. വാക്യം വായിച്ചു. അവരുടെ പേര് പറയരുത്, ചെയ്യരുത്, അവയെ സേവിക്കരുത്. പള്ളിക്കകത്ത് പൂക്കളവിടാൻ നിൽക്കരുതെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പോകുന്ന വഴിയിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിനകത്ത് എണ്ണ കൊടുക്കാൻ നിൽക്കരുത്. എന്നിട്ട് പിറ്റേ ദിവസം പത്രത്തിനകത്ത് അച്ഛൻ, ചേട്ടാ നിനക്ക് വചനം അറിയാമോ? നിന്നെ എന്തിന് കൊള്ളാം? നാണമില്ലല്ലോ. വചനം പറയുക, അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. ദൈവം നിന്നെ വിളിച്ച സ്ഥലത്ത് വാഗ്ദത്ത ദേശത്ത് നീ എത്തുമ്പോൾ നീ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് യോശുവ വിളിച്ചു പറയുക. കർത്താവിന്റെ സ്തോത്രം. 1, ഈ പുസ്തകം വചനം മുറുകെ പിടിച്ചോണം. 2, ആമേൻ സ്തോത്രം, ജാതികളുമായിട്ട് ആമേൻ സ്തോത്രം ഒരു സെപ്പറേഷൻ. ചേർന്ന് പറഞ്ഞ വേർപാട്. ബിലിയാമെന്ന് പറഞ്ഞ വാടക ആമേൻ ആഭിചാരകരെ വിളിച്ചേക്കുക. എന്തിനാണെന്നറിയാമോ? മന്ത്രവാദം ചെയ്ത് കുടിച്ചു കൂടോത്രം ചെയ്ത് മുടിപ്പിക്കാൻ. കൂടോത്രക്കാരൻ വന്നു പഠിച്ച പണി 18 നോക്കി, ചുട്ട കോഴിയും എല്ലാം ഉണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫലിക്കുന്നില്ല. കാര്യം ഒന്നും അറിയാമോ? ആമേൻ. മന്ത്രവാദി വിളിച്ചു പറയുക,
ഇവരെ നേരെ ഇത് പോകത്തില്ല. കാരണം എന്താ? ഇവർ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുമായി ഇടകരുതുന്നില്ല. ചേർന്ന് പറഞ്ഞ വേർപാട്. യോശുവ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം വേർപാട്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞ വേർപാട്. എന്തിനൊക്കെ വേർപാട് വേണ്ടേ? കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിന്റെ ഒപ്പം നമ്മൾ പോകരുത്. കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാത്തിൽ നിന്നും ഒരു വേർപാട് നമുക്ക് ഉണ്ടാകട്ടെ. അവന്റെ പാർട്ടിക്ക് പോയിട്ട് നമ്മൾ തുള്ളിച്ചാടണം, നിർത്തിയേക്കാം. അറിവില്ലാതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, പാസ്റ്റർമാര്. അവരെ കൂടെ പഠിച്ച ആൾക്കാർ സിനിമാക്കാരൊക്കെ ആയി. അപ്പൊ വരുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയി പോയി. ചേടാ, വേർപാട്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞ വേർപാട്. നിന്നെ വിളിച്ചത് വ്യത്യസ്തനായിട്ടാ. അവൻ അവിടെ പോയിട്ട് അവൻ സ്തോത്രം എനിക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒരിക്കലും അവൻ സ്തോത്രം ഒരു കുടുംബം നമ്മുടെ ചർച്ചിനകത്ത് രക്ഷിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ കൊച്ചിന് 28 നടത്തി. പിന്നെ കുറെ നാൾ വേണ്ടി വന്നില്ല, സഭ വീട്ടിൽ പോകാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, കൈവച്ചാൽ നിന്നെ കൊണ്ടത് പോകും. വേർപാട്. ചേർന്ന് പറഞ്ഞ വേർപാട്. യോശുവ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം വേർപാട്. ഈ സഭ അത് മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. ഒരു വേർപാട് ഉണ്ടാകട്ടെ. എല്ലാറ്റിനും ഒരു വേർപാട് ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ, അവൻ സ്തോത്രം, നമ്മുടെ യൗവനക്കാർ, അവൻ ലിസൺ ടു മീ കെയർഫുള്ളി. അവൻ ഹല്ലേലൂയ. ബി ye separate from the filthiness of this world. ആമേൻ. കർത്താവിന് സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം, 8ാമത്തെ വാക്യം. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ. ഹല്ലേലൂയ. യോശുവയെ, നിങ്ങളെ വെറുതെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്. ഈ വയസ്സാം കാലത്തും അപ്പനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഹൃദയം പഠിപ്പിക്കുന്നത് അതാ. എടാ, ആരാധിക്കുന്നെങ്കിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആരാധിച്ചോണം. അവൻ സ്തോത്രം സേവിക്കുന്നെങ്കിൽ പറ്റിച്ചേർന്ന് സേവിച്ചോണം. കർത്താവിന് സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേരണമെങ്കിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ അശുദ്ധിയുമായിട്ട് നടന്നാൽ ഒക്കത്തില്ല. പറ്റുമോ? അതുകൊണ്ടാ പെന്തിക്കോസ്ത് സഭയുടെ ഡോക്ടറൊന്നും അല്ല വിശുദ്ധിയും വേർപാടും. കർത്താവിന് സ്തോത്രം. ഒരു വിശ്വാസിക്കുള്ള മാനിഫെസ്റ്റോയ അവൻ ഒരു വിശുദ്ധ ജീവിതം വേണം. എന്തിനാ വിശുദ്ധ ജീവിതം? കർത്താവിനോട് ഏറ്റുപറയണം. ഓരോ നിമിഷവും ഒരു ചെറിയ തെറ്റ് പറ്റുമ്പോൾ അന്നേരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോയെന്ന് തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്ത് കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ, കർത്താവേ ക്ഷമിക്കണേ. എത്ര പേര് തയ്യാറെടുക്കും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ? ഒരു കാര്യവും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. 11ാമത്തെ വാക്യം. 11ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 4ാമത്തെ കാര്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ. ചേട്ടാ, ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ ഒരുവനല്ലേ, യഹോവയെ സ്നേഹിക്കണമെന്ന്. ആംഗ്രി ഗോഡ്, അങ്ങനെയാ നമുക്ക് മനസ്സിലായിട്ടുള്ളത് പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് അല്ലേ. അപ്പൊ ഒരുത്തൻ പറയുകയാ, യു മസ്റ്റ് ലവ് ഹിം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 8:28 പറയുന്നത് അറിയുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് കൂട്ടിവരുന്നത്. ഹല്ലേലൂയ. യോശുവ പഠിപ്പിച്ചത്. ഞാൻ ഈ സന്ദേശം കർത്താവ് എനിക്ക് തന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത്രയൊന്നും കേട്ടിരിക്കാനുള്ള ശേഷി സഭയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ കർത്താവിനോട് ചോദിക്കുക, എടാ, വയസ്സനായ യോശുവ 2 പ്രാവശ്യം 2 അധ്യായത്തിലാ ഇത് അവരോട് പറഞ്ഞത്. ഇത് പറയണം. യു മസ്റ്റ് പ്രീച്ച് ദിസ്. ഇതിന്റെ അപ്പുറത്തൊന്നും പ്രസംഗിക്കാൻ പറ്റിയില്ലേലും സാരമില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ് വേർഡ്. ഹല്ലേലൂയ. ഒരുവൻ മരിച്ചു പോകുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ. അപ്പന്മാരൊക്കെ മരിച്ചു പോകുമ്പോൾ എന്റെ ഹൃദയത്തെ തൊട്ടൊരു കാര്യമാണ്. അവൻ മരിച്ചു മരണക്കിടക്കയിൽ നിന്ന് അപ്പൻ മകനോട് എന്തെങ്കിലും പറഞ്ഞ അന്ന് വരെ പറഞ്ഞത് ഒട്ടും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവസാനം പറഞ്ഞ, എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, അവൻ സഹോദരൻ, ആ ചേട്ടൻ എപ്പോഴും പറയും, അവൻ അപ്പനും മകനും ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല, തോന്നിവാസിയായിട്ട് ജീവിച്ച ചേട്ടനാ. കർത്താവിന്റെ സ്തോത്രം. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ എപ്പോഴും പറയും, എന്റെ അപ്പൻ മരണക്കിടക്കയിൽ വെച്ച് എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അതിന് ഭയങ്കര വെയിറ്റാ. യോശുവ എന്ന് പറയുന്ന ദൈവത്തെ സ്നേഹിച്ച മനുഷ്യൻ, ഹൃദയത്തോട് ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്ന മനുഷ്യൻ, ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും ഓണർ ചെയ്ത മനുഷ്യൻ, കൂടാരത്തെ വിട്ടുപിരിയാതിരുന്ന മനുഷ്യൻ, തന്റെ യാത്ര മതിയാക്കി
തിരികെ പോകുമ്പോ തന്റെ ജനത്തോട് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പറഞ്ഞ കാര്യമാ ഇന്ന് രാത്രിയിൽ ഈ 30 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? എല്ലാ കണ്ണുകളും അടച്ചോ. കർത്താവിനോട് പറഞ്ഞു ഇന്ന് രാത്രി, കർത്താവേ, നീ എന്റെ സ്വസ്ഥതയാണെന്ന് തിരിച്ചറിയുവാൻ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് തിരിച്ചറിയുവാൻ, നീ എന്റെ മുന്നിലുള്ള സകല ശത്രുക്കളെയും മാറ്റിക്കളയുമെന്ന് തിരിച്ചറിയുവാൻ, കർത്താവേ, നീ എനിക്ക് വേണ്ടി യുദ്ധം ആമേൻ ചെയ്യുക മാത്രമല്ല എന്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കഴിയാതെ പോയി എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ വചനത്തിന്റെ അഭിഷേകം നിറയണമേ. കർത്താവേ, ഞാൻ നടക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ അകത്തെ മനുഷ്യൻ കർത്താവ് ഈ വചനത്താൽ ജ്വലിക്കണമേ. ഞാൻ ആരാണെന്നുള്ള, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള അറിവ് എന്റെ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു പൊന്തട്ടെ. ഒരു പിശാചിനെ കീഴടക്കുവാൻ സാധിക്കാത്തതുപോലെ ഞാനൊരു ദൈവ പൈതലാണ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് എന്റെ ഹൃദയം എന്റെ അകത്ത് മന്ത്രിക്കട്ടെ. എവറി സെക്കൻഡ്, എവറി മോമെന്റ് ഞാനത് കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, ഇന്ന് രാത്രി കേൾപ്പിച്ചതുപോലെ അപ്പാ ഈ വചനത്തെ മുറുകെ പിടിക്കുവാൻ, ഈ വചനത്തിൽ നിന്ന് ഇഴത്തോട്ടും വലത്തോട്ടും മാറിപ്പോകാതെ ഇതിനകത്ത് വെള്ളം ചേർക്കാതെ വിശ്വസിക്കുവാൻ, അത് മുറുകെ പിടിക്കുവാൻ, എന്ത് വില കൊടുത്തും അത് അനുസരിക്കുവാൻ അപ്പ കൃപ നൽകണമേ. യേശുവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വേർപാട് ഞങ്ങൾക്ക് നൽകണമേ. ഒരു ശാപത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടമില്ലാതെ, എല്ലാ പാരമ്പര്യ ശാപങ്ങൾക്കും അടിസ്ഥാനമില്ലാതെ, ആമേൻ, കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ലെന്ന് വചനം പറയുമ്പോൾ അപ്പ ഇന്ന് രാത്രി ഒരു വേർപാട് ഞങ്ങൾക്ക് നൽകണമേ. അപ്പ ഈ ലോകത്തിൻ്റെതുപോലെ പ്രതികരിക്കുവാൻ ഞങ്ങളെ സമ്മതിക്കല്ലേ. ഈ ലോകത്തിൻ്റെതുപോലെ നടക്കുവാൻ ഞങ്ങളെ സമ്മതിക്കല്ലേ. ഒരു കള്ളസാക്ഷി ആക്കരുതേ. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അപ്പാ, ആമേൻ, ആമേൻ, അന്യന്റെ പാപത്തിനകത്ത് പങ്കുചേരുവാൻ, ആമേൻ, അന്യന്റെ കോമാളിത്തരത്തിനകത്ത് പങ്കുചേരുവാൻ കർത്താവേ എന്നെ ഒരിക്കലും അനുവദിക്കല്ലേ. ഒരു വേർപാട്, വിശുദ്ധി കർത്താവ് ഈ സഭയ്ക്ക് നൽകണമേ. ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ സഭയ്ക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നൽകണമേ. ഐ വാണ്ട് എവറി സിംഗിൾ പേഴ്സൺ. എല്ലാവരും പറഞ്ഞാട്ടെ അപ്പാ, വേർപാട് വിശുദ്ധിയും നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേർപാട് നൽകണമേ, വിശുദ്ധി നൽകണമേ. ഈ ലോകത്തിന്റെ പാപത്തിന്റെ ഒപ്പം പോകുവാൻ സമ്മതിക്കാതെ ഒരു വേർപാടും വിശുദ്ധിയെ ഞങ്ങൾക്ക് നൽകി തരണമേ. അപ്പാ കർത്താവേ, എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിപ്പാനുള്ളൊരു ഹൃദയം, നിന്നോട് പറ്റിച്ചേർന്നിരിക്കാനുള്ള ഹൃദയം അപ്പാ നീ ഞങ്ങൾക്ക് നൽകിയാട്ടെ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വചനം 100 മേനിയായിട്ട് ഫലം കായ്ക്കണം. ഈ സഭയ്ക്ക് മേനിയായിട്ട് ഫലം. സൗഖ്യം പ്രാപിക്കട്ടെ. ഇത് റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവര് വാലിന്റെ തലയായിട്ട് മാറട്ടെ. അവരെവിടെ ചെന്നാലും അഭിഷേകം കൊണ്ട് നടക്കുന്നവരാകട്ടെ. അഭിഷേക തൂക്കത്തെ തകർക്കും. ആമേൻ, ഹല്ലേലൂയ. അനോയിന്റിംഗ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In the mighty name of Jesus. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ആമേൻ, ആ ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ്, ഒരു ആദ്യ സ്നേഹത്തിന്റെ റെസ്റ്റോറേഷൻ യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. കർത്താവേ,
ഉറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ അത്യന്തപരമായി സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതം റെസ്റ്റോർ ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ സ്തോത്രം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ചെയ്യുന്നത് കർത്താവേ, വരുന്ന ദിവസങ്ങളിൽ അവൻ അപ്പച്ചനെ എഴുന്നേൽപ്പിച്ച് അവന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പാസ്റ്റർ എന്ന് പറയുന്ന ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിന്റെ നിയമങ്ങൾക്ക് വേണ്ടി അവൻ സ്വന്തം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഇതിന്റെ അകത്തു നിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. in the name of Jesus. കർത്താവേ, ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സാക്ഷി മൊഴികൾ മാറട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അധികാരത്തോടെ ഒരു തലമുറ, അഭിഷേകത്തോടെ ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സ്വസ്ഥതയ്ക്കായിട്ട്, ഞങ്ങളുടെ കരം പിടിക്കുന്നതിനായിട്ട്, അപ്പ ഞങ്ങളുടെ കരം പിടിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യത്തോളം നടക്കുവാൻ വിശ്വസ്തനായിരിക്കുന്ന മതിയായ ദൈവം. യേശുവേ, ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങളെ ഒരുമിച്ച് കരയറ്റുന്നു. ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടെ പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.